പക്ഷെ പലർക്കും അറിയില്ല സേവ് ആലപ്പാടിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ കാണുന്നതാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന് പറയുന്ന സ്ഥലം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിൽ നമ്മളെ രക്ഷിച്ച കടലിൻ്റെ മക്കളുടെ നാട്. കുറേ ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം, ഞാനും കാണാനിടയായി. എന്താ വെച്ച് കഴിഞ്ഞാൽ സേവ് ആലപ്പാട് എന്ന് പറയുന്നത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ മണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഇവിടെ കരിമണലുള്ള പ്രദേശമാണ്. അതായത് കായലിൻ്റെയും കടലിൻ്റെയും ഇടയ്ക്കുള്ള കുറച്ച് പ്രദേശങ്ങൾ, ആലപ്പാട് പഞ്ചായത്ത് ഉൾപ്പെടുന്ന കുറച്ച് പ്രദേശങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ മണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഭീതി പടരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 സുനാമിയിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായ സ്ഥലമാണ് ആലപ്പാട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം. അതുകൊണ്ട് തന്നെ ഇനി ഒരു സുനാമി വേണ്ടി വരണമെന്നില്ല. ഒരു വലിയ വേലിയേറ്റം കയറിയാൽ പോലും ചിലപ്പോൾ ഈ നാട് നശിച്ചു പോകാം. കാരണം ആ നിലയിലാണ് ഇവിടെ മണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് സമരങ്ങൾ നടത്തുന്നു, ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്നു ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മണൽ ഖനനം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ നമ്മുടെ വലിയ മീഡിയകളൊന്നും ഇതിനെ ഏറ്റെടുത്തിട്ടില്ല. എല്ലാ ചെറിയ വിഷയങ്ങളും ചെറിയ വാർത്തകളൊക്കെ കയറി വലിയ വിജലിമ്പിപ്പിച്ച് പറയുന്ന മീഡിയാസ് ഒന്നും ഇത് ഏറ്റെടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പ്രശ്നത്തെ പറ്റിയിട്ട് നമുക്ക് ഈ നാട്ടുകാരോടൊന്നും ചോദിച്ചു നോക്കാവേ. നമസ്കാരം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആലപ്പാട് എന്ന മനോഹരമായൊരു ഗ്രാമമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ സേവ് ആലപ്പാട് എന്ന #, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ പലർക്കും അറിയില്ല സേവ് ആലപ്പാടിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് പറയാം എന്താണ് സേവ് ആലപ്പാടെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ കരിമണൽ ഖനനത്തിനെതിരെ കരിമണൽ ഖനന ജനകീയ വിരുദ്ധ സമിതി നടത്തുന്ന ഒരു റിലേ നിരാഹാര സമരമാണ് സേവ് ആലപ്പാട്. ഞാൻ ഈ പറയുന്നതിലൂടെ എവിടെയൊക്കെ ഇത് എത്താമോ അവിടെയൊക്കെ എത്തി. ഏതൊക്കെ അധികാരികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഈ കരിമണൽ ഖനനം ഇവിടെ നിർത്തിവെച്ച് ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഖനനം കാര്യങ്ങൾ നടക്കുന്ന നമ്മുടെ നാടിന് വളർച്ചയല്ലേ, ഒത്തിരി പേർക്ക് ജോലി കിട്ടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളില്ലേ. പിന്നെ എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇതിനെ എതിർക്കുന്നത്? ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി വേറെ അടുത്ത് പോകേണ്ട സാഹചര്യമാണ്. വെച്ചാൽ ഇതിനും അപ്പുറത്തോട്ട് നിങ്ങൾക്ക് കാണാം വീടുകളുണ്ടായിരുന്നു, ഇപ്പോൾ കടൽ കയറി വരികയാണല്ലോ. അപ്പോൾ ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു എന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായും ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ജനിച്ച് വളർന്നതും ഞങ്ങൾക്ക് ഇവിടെ തന്നെ മരിക്കാനുള്ള അവകാശം ഇല്ലേ. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പോരാടുകയാണ്. ഇന്ന് 66ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ്, സേവ് കേരള. കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാടെന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായിട്ടുള്ള അയ്യാറി ഇവിടെ വന്ന് ജനങ്ങളുടെ സ്വൈരജീവിതത്തിൽ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൈനിങ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും കരുനാഗപ്പള്ളി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും കരുനാഗപ്പള്ളി നഗരസഭയിലെ ഒരു കൗൺസിലർ എന്ന നിലയിലും എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. ഈ നാട്ടുകാരാണ് നമ്മളോട് ഇതുവരെ പ്രതികരിച്ചത്. കാരണം അവർ ഇവിടെ തന്നെ ജനിച്ച് തൊഴിലുകൾ ചെയ്ത് ഇവിടെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ന്യായമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ആലപ്പാടിൻ്റെ കൂടെ നിൽക്കാം. ഇവിടെ സമരം നടത്തുന്ന ആരായാലും തന്നെയും ഒരുപാട് വലിയ മാളിക പണിയാനോ അല്ലെങ്കിൽ ഒത്തിരി സമ്പത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അവരുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടത്തുന്നത്. ഈ രീതിയിൽ ഇനിയും ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആലപ്പാടെന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ഈ കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് ആലപ്പാടെന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ഇല്ലെങ്കിൽ ആ കാണുന്ന ഒരു പ്രദേശം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ പോലും ഇല്ലാത്ത നിലയിൽ നശിച്ചു പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സമരപ്പന്തലിലാണ്. 66 ദിവസം കഴിഞ്ഞ് 67 ദിവസത്തിലേക്ക് സമരം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ അധികൃതരോടൊന്ന് അതിനെ പറ്റിയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. പ്രിയമുള്ളവരെ, ഒരു നാട് 66 ദിവസമായി ഗാന്ധിയൻ സമരമാർഗത്തിലൂടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ഇന്ന് വളരെ സജീവമായ ചർച്ചയാകുകയും ചെയ്യുകയാണ്. ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടി ഒരു നാട് നടത്തുന്ന പോരാട്ടമാണിത്. ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട് അതിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സമരവേദിയിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ആലപ്പാട് എന്ന് പറയുന്ന ചെറിയ ഗ്രാമം ഒരു കാലത്ത് ഏതാണ്ട് 3-4 കിലോമീറ്ററോളം വീതി ഉണ്ടായിരുന്ന ഈ പഞ്ചായത്ത് ഇപ്പോൾ ഇന്ന് ഏകദേശം 500 മീറ്റർ മാത്രം വീതിയുള്ള ഒരവസ്ഥയിലേക്ക് ഇതിൻ്റെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും മാറിയിരിക്കുകയാണ്. 60 വർഷക്കാലമായി അയ്യാറി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മറവിൽ സ്വകാര്യ കമ്പനികളും അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനികളും അടക്കമുള്ളവർ ഖനനം നടത്തിയതിൻ്റെ ഭാഗമായി ഇന്ന് ഭൂപടത്തിൽ നിന്ന് തന്നെ ഈ
ചെറിയ ഗ്രാമം അപ്രത്യക്ഷമാകുവാനുള്ള നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്നലകളിൽ മാറി നിന്നിരുന്ന മാധ്യമങ്ങളടക്കം ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ജനാധിപത്യ വിശ്വാസികളും ജനങ്ങളും ചെറുപ്പക്കാരുമൊക്കെ കിലോമീറ്ററുകളോളം ദൂരെ സഞ്ചരിച്ച് ഈ സമരത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് എനിക്കിന്നിവിടെ കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 200 കിലോമീറ്റർ അപ്പുറത്തുനിന്നും 150ഓളം വരുന്ന ചെറുപ്പക്കാർ തൃശ്ശൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് രാവിലെ ഇവിടെ വന്നു ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടന്നുപോയി. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ്. അധികാരികൾക്ക് ഇനി ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല. അധികാരികൾ കണ്ണു തുറക്കുന്ന സമയം ആഗതമായിരിക്കുകയാണ്. പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഞാൻ ഓച്ചിറ നിവാസിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇവിടെ വന്ന് ഈ പ്രദേശത്ത് വന്ന് ഇവിടുത്തെ അവസ്ഥകൾ കണ്ടപ്പോഴാണ് ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഇവർ സമരം ചെയ്യുന്നത് ആർഭാടമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവന് വേണ്ടിയിട്ടാണ്, അവരുടെ സ്വന്തം ജീവന് വേണ്ടിയിട്ടാണ് ഇവർ സമരം നയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരോടൊപ്പം ഒന്നിച്ച് നമുക്ക് നിൽക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് വൈറലാകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഓരോ ലൈക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻറ്റോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഒരു ഷെയർ മാത്രമാണ്. നമ്മളെ ഒരുപാട് കൈപിടിച്ചുയർത്തിയ, നമ്മൾക്ക് ഈ വന്ന പ്രളയത്തിൽ അവരുടെ വരുമാനം കഴിഞ്ഞിട്ട് അവരുടെ കുടുംബം നോക്കാതെ നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടി വന്ന ആ മുക്കുവ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺ ഉള്ളവരാണ്, നമ്മളെല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫുൾ ടൈം ആക്റ്റീവ് ആവുന്നവരാണ്. ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ ഈ ദിവസം എല്ലാ ദിവസത്തെ പോലെ നിസ്സാരമായും കടന്നു പോകും. പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും നല്ല സമയം ഇതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ആലപ്പാടിന് വേണ്ടിയിട്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഷെയർ ചെയ്യുക. സേവ് ആലപ്പാട്. ആലപ്പാടിൻ പോരാട്ടം, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ഞങ്ങളടക്കം പോരാട്ടം.